സന്തതി പുരാതന ശൂന്യങ്ങളെ പണിയും. They will rebuild the ancient ruins. യെശയ്യാ 61:4-14. യെശയ്യാവിൻ്റെ 61-ാം അധ്യായത്തിലെ 4-11 വരെയുള്ള വാക്യമാണ് എടുക്കുന്നത്. നമ്മൾ സീക്വൻസ് നോക്കാമെങ്കിൽ ക്രിസ്തുവിൻ്റെ ക്രൂശുമരണത്തോടുകൂടിയും ക്രിസ്തുവിൻ്റെ ജയത്തോടു കൂടിയും നമ്മൾക്ക് നഷ്ടപ്പെട്ട അനുഗ്രഹങ്ങളെല്ലാം തിരിച്ചു തരാൻ പറഞ്ഞിട്ട് റീസ്റ്റാർട്ട് ചെയ്യിപ്പിക്കുകയാണ് ദൈവം ചെയ്യുന്നത്. പക്ഷേ റീസ്റ്റാർട്ട് ചെയ്യുമ്പം പലപ്പോഴും നമ്മൾ നോട്ട് ചെയ്യാമെങ്കിൽ പഴയ നിയമകാലത്ത് വിശുദ്ധന്മാർ ചെയ്തിട്ടുള്ള ജോലികൾ പൂർത്തീകരിച്ചിട്ടുള്ളത് പൂർത്തീകരിക്കാത്തതൊക്കെ പുതിയ നിയമത്തിൽ പൂർത്തീകരിച്ച് കിട്ടുകയാണ്. പഴയ നിയമം നിഴലാണ്. എന്നാൽ പലപ്പോഴും പഴയ നിയമത്തിലാണ് പ്രോഫസീസ് വാഗ്ദത്തങ്ങൾ നിറവടിയായിട്ട് കിടക്കുന്നത്. അതെല്ലാം പൂർത്തീകരിച്ച് ക്രിസ്തുവിൽ നമുക്കത് കിട്ടിയിട്ടുണ്ട്. പക്ഷെ എന്നാൽ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ പുറകോട്ട് പോയിട്ട് പഴയ നിയമത്തിൽ കൊടുത്തിരിക്കുന്ന അനുഗ്രഹങ്ങൾ വിളിച്ചു പറയാൻ ദൈവം നമ്മളെ അനുവദിക്കുകയാണ്. അങ്ങനെ ഒരെണ്ണമാണ് ഇത്. യെശയ്യാ 61:4 തൊട്ടുള്ള വാക്യം ഞങ്ങളൊക്കെ കാണാതെ പഠിച്ചിട്ടുള്ള വാക്യങ്ങളാണ്. ബട്ട് ദാറ്റ് ഈസ് ഇമ്പോർട്ടൻറ്റ്. ഞാൻ അതുകൊണ്ട് വായിക്കുകയാണ്. അവർ പുരാതന ശൂന്യങ്ങളെ പണിയുകയും പൂർവന്മാരുടെ നിർജ്ജന സ്ഥലങ്ങളെ നന്നാക്കുകയും തലമുറയായി നിർജ്ജനമായിരിക്കുന്ന ശൂന്യ നഗരങ്ങളെ കേടുപോക്കുകയും ചെയ്യും. ആരാ? നമ്മുടെ തലമുറകൾ പുരാതന ശൂന്യങ്ങൾ. പലപ്പോഴും നമ്മൾ കണ്ടിട്ടുണ്ടോ, നമ്മൾ ഈ കുടുംബങ്ങളിലൊക്കെ കേടായിട്ട് കിടക്കുന്ന കല്ലറകൾ കാണും, അല്ലെങ്കിൽ വീടുകൾ കാണും, അല്ലെങ്കിൽ ചില മക്കൾ വന്നിച്ച് ഇതെല്ലാം അങ്ങോട്ട് റീസ്റ്റാർട്ട് ചെയ്തിട്ട് വൃത്തിയാക്കും. 5-8 മക്കളുണ്ടെങ്കിൽ ഒരാൾക്കായിരിക്കും ആ കൃപ. ബാക്കിയുള്ളവർക്ക് അത് ഇഷ്ടപ്പെടണമെന്നില്ല. പക്ഷേ ഹി ഹാസ് ടു ഡൂ ദാറ്റ്. ഹി വിൽ ഡൂ ഇറ്റ്. അതൊരു പ്രത്യേക കൃപയെ അവർക്കത് ചെയ്യാതിരിക്കാനൊക്കത്തില്ല. ചിലർ മറ്റുള്ളവർക്ക് നന്മ ഇല്ലേലും ഉണ്ടെങ്കിൽ അവരുടേതുകൂടെ എടുത്തു കൊടുക്കും. അവർ ജീവിത അവസാനം വരെയും കൊടുക്കും. ചിലർ ധാരാളമായിട്ട് സപ്ലൈ ചെയ്യുന്നവരാണ്. അവർ ജീവിത അവസാനം വരെയും ധാരാളമാണ്. എന്നാൽ ചിലർ പിശുക്കരാണ്. ജീവിത അന്ത്യം വരെ എത്ര ഉണ്ടേലും പിശുക്കി ജീവിക്കും. ഇതൊക്കെ വരങ്ങൾ, കൃപകൾ ദൈവത്തിൽ നിന്ന് കിട്ടാതൊന്നും നമുക്ക് പ്രവർത്തിക്കാനൊക്കത്തില്ല. ദൈവം ഇവിടെ ആർക്കൊക്കെയോ വേണ്ടി, നമ്മുടെ തലമുറകൾക്ക് വേണ്ടി നമ്മൾ വചനം അയച്ചിട്ട് അവരുടെ മേലുള്ള ശാപക്കെട്ടുകളെ അഴിച്ചു മാറ്റിയിട്ട് അവർക്ക് പുരാതന ശൂന്യങ്ങളെ പണിതെടുത്തിട്ട് ദൈവത്തിന് വേണ്ടി വീര്യപ്രവൃത്തി ചെയ്യാൻ അടിസ്ഥാനമിട്ട് പണിയാനുള്ള കൃപ ഇട്ട് കൊടുക്കുകയാണ്. തലമുറകൾക്ക് മുമ്പിൽ ചെയ്ത് തീർക്കാത്തത് പോലും ചെയ്ത് തീർക്കാനുള്ള വരമാണ് യെശയ്യാ 61 പറഞ്ഞിരിക്കുന്നത്. പുരാതന ശൂന്യങ്ങളെ പണിയ തന്നെയല്ല, തലമുറയായി നിർജ്ജനമായിരിക്കുന്ന ശൂന്യ നഗരങ്ങളെ കേടുപോക്കും. അപ്പം നമ്മുടെ ഭവനം തന്നെയല്ല, ശൂന്യമായി കിടക്കുന്ന നഗരങ്ങൾ പോലും ഒരു വ്യക്തിയിൽ കൂടെ മാറ്റം വരുത്തുന്നു. ഞാൻ ഉണർന്നാൽ എൻ്റെ ദേശം ഉണരും. ശരിയല്ലേ? ഞാൻ ഒരാൾ മാറിയാൽ ദേശത്തിന് വ്യത്യാസം വരുന്ന വചനം പറയുകയാണ്. ഒരു ദാവീദ് ദൈവത്തിന്, ഒരു ദാവീദ് മതി ദൈവത്തിന്, ഒരു ദാനിയേൽ മതി ദൈവത്തിന്, ഒരു ഇസ്ഹാക്ക് മതി ദൈവിക അനുഗ്രഹം പ്രാപിച്ചെടുക്കാൻ. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മളെ ആത്മാവിൽ അനുഗ്രഹിച്ച മക്കളെന്നുള്ള ബോധത്തോടുകൂടി ഈ ആത്മീക അവയർനെസ് എന്ന് അതിന് പറയുന്നത്. അതായത് ദൈവം ചെയ്ത ആത്മാവിൻ്റെ നേട്ടങ്ങൾ അത് ഈ ആത്മീയ തലത്തിന് പരിധിയില്ല. ഇത് ലൈക്ക് അതിരില്ലാത്ത അനുഗ്രഹങ്ങളാണ്. ഇപ്പം നമ്മൾ ഒരു പാടത്തിലോട്ട് നോക്കാമെങ്കിൽ അങ്ങേയറ്റം വരെ ഏക്കർ കണക്കിനാണ്. പണ്ടൊക്കെ നമ്മൾ ഈ ആലപ്പുഴയ്ക്ക് പോകുന്ന വഴിക്കൊക്കെ ഏക്കർ കണക്കിന് നെല്ലിങ്ങനെ വിളഞ്ഞ് കിടക്കുന്നതാണ്. അതിങ്ങനെ കൃഷി ചെയ്ത് പച്ചപ്പുല്ല് പോലെ. അല്ലാത്തപ്പം കൃഷി ഗോൾഡൻ കളർ. അത് കണക്കില്ലാതെ അങ്ങ് നിൽക്കുകയാണ്. അത് കാണും തോറും നമ്മുടെ മനസ്സിന് എന്തൊരു നിറവാണ് കാണുമ്പോൾ. നമ്മൾ അനുഭവിക്കുക പോലും വേണ്ട. അങ്ങനെയെങ്കിൽ ദൈവത്തിൻ്റെ ആത്മാവ് ഇന്ന് പറയുകയാണ്, നിങ്ങളുടെ അടുത്ത തലമുറകൾ അത് ചെയ്തെടുക്കും. നീ പറഞ്ഞുകൊണ്ടിരിക്കെ, നീ പറ, ഇത്രയും നാൾ നീ പറഞ്ഞുകൊണ്ട് ഞാനത് ചെയ്യാണ്. അന്യജാതിക്കാർ നിന്ന് നിങ്ങളുടെ ആട്ടിൻകൂട്ടം. അപ്പോൾ നമുക്ക് ആട്ടിൻകൂട്ടമുണ്ട്. It can be ആട്ടിൻകൂട്ടം, or it can be investment, or it can be business, it can be anything. അത് ആട്ടിൻകൂട്ടങ്ങളെ അവർ മേയ്ക്കും. പരദേശക്കാർ നിങ്ങൾക്ക് ഉഴവുകാരും മുന്തിരിത്തോട്ടക്കാരുമായിരിക്കും. നിങ്ങളോ, നമ്മളെ ആണെങ്കിൽ യഹോവയുടെ പുരോഹിതന്മാരെന്ന് വിളിക്കപ്പെടും, നമ്മുടെ ദൈവത്തിൻ്റെ ശുശ്രൂഷകന്മാരെന്ന് നിങ്ങൾക്ക് പേരാകും. ശരിയല്ലേ?
ദൈവത്തിൻ്റെ പുരോഹിതന്മാരായിട്ട് നമ്മളെയും നമ്മുടെ തലമുറകളെ ആക്കിയെടുത്തിരിക്കുന്നു എന്ന് വ്യക്തമായിട്ട് യെശയ്യാ 61 പറയുന്ന വാക്യം തന്നെയാണ്. അപ്പോൾ പത്രോസിനകത്ത് 1 പത്രോസ് 2:9 പറയുന്നത്, നിങ്ങളോ അന്ധകാരത്തിൽ നിന്ന് തൻ്റെ അത്ഭുത പ്രകാശത്തിലേക്ക് തന്നെ വിളിച്ചവൻ്റെ സദ്ഗുണങ്ങളെ ഘോഷിപ്പാൻ തക്കവണ്ണം തിരഞ്ഞെടുത്ത ഒരു ജനവും രാജകീയ പുരോഹിത വർഗവും വിശുദ്ധ വംശവും സ്വന്തം ജനവും. നമ്മുടെ പദവിയാണ്. എന്നും പാപിയുടെ ലെവലിലും എന്നും നമ്മൾ ഈ പ്രാകാരമുണ്ടല്ലോ, നമ്മൾ പണ്ട് കാലത്തൊക്കെ നമ്മുടെ കൾച്ചർ, പഴയ കൾച്ചർ നോക്കുമ്പോൾ കുറേ പേര് ആ വീടിൻ്റെ പുറത്ത് നിർത്തും, കുറേ പേരെ അകത്ത് കയറ്റും, കുറേ പേര് വീട്ടിനകത്ത്. ദാറ്റ് വാസ് എ ഡിവിഷൻ. പ്രാകാരം, ഹോളി, അതിവിശുദ്ധ എന്ന് പറഞ്ഞതുപോലെ ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങൾ ഇഷ്ടം പോലെ ദൈവം മുമ്പിൽ വെച്ചിരിക്കുക. പക്ഷേ കയറിയെടുക്കണമെങ്കിൽ അറിവ് വേണം, സത്യം അറിയണം. നമ്മൾ ഈ ദൈവത്തിൻ്റെ ആലയത്തിൽ ദൈവത്തിൻ്റെ ആലയം എന്ന് പറഞ്ഞാൽ ഞാനീ പറയുന്ന പള്ളിയൊന്നും അല്ല ഉദ്ദേശിക്കുന്നത്, ദൈവവുമായിട്ടുള്ള ബന്ധം. ആ ദൈവത്തോട് അടുത്ത് ചെല്ലണമെങ്കിൽ വിശുദ്ധരാകണം. ബി ഹോളി, വിശുദ്ധരാകണം, ആഗ്രഹിക്കണം. ബി ഹോളി. അതായത് പത്രോസ് പറയുന്നുണ്ട്, 1:16 പറയുന്നുണ്ട്, ബി ഹോളി അസ് ഐ ആം ഹോളി. ഞാൻ വിശുദ്ധനായിരിക്കുന്ന പോലെ നിങ്ങൾ വിശുദ്ധരായിരിക്കുന്നു. ഞാൻ ഓർക്കുന്നുണ്ട്, പണ്ട് കോഴിക്കോട് വെച്ച് ഞാൻ ഒരു പള്ളിയിൽ ഈ ബി ഹോളി അസ് ഐ ആം ഹോളി എന്നുള്ള ടോപ്പിക് എടുത്ത് പ്രസംഗിച്ചുകൊണ്ടിരിക്കുക. പ്രസംഗിച്ചിട്ടിപ്പോൾ താഴെ ഒരു മനുഷ്യൻ 2 കാലും ഇല്ലാത്ത ഒരാളായിട്ട് ഇന്നൊരു കേട്ടുകൊണ്ടിരിക്കുകയാണ്. അയാൾ കേട്ട് കുറച്ച് കഴിഞ്ഞപ്പോൾ അയാളുടെ മുഖം നോക്കി അസൽ വിശുദ്ധമായിട്ട് കാണാം. അയാൾക്ക് കാലൊന്നുമില്ല, പിന്നെ വലിയ പാപത്തിനൊന്നും പോകാനൊക്കത്തില്ല. അയാളുടെ മുഖം ദൈവത്തിൻ്റെ മുഖം പോലെ. അപ്പം വചനം ആരുടെ മേലിൽ ചെന്ന് വീഴുന്നോ അവിടെ പ്രവർത്തനമുണ്ട്. അത് തന്നെയാണ് നമ്മുടെയും ജോലി. വചനം അയച്ചുകൊണ്ടേ ഇരിക്കുക. ഈ വചനത്തിന് മാത്രമേ ഈ ക്രിയ ചെയ്യാൻ സാധിക്കത്തുള്ളൂ. നമ്മൾ വേറെ ആളെ പിടിച്ച് ഉപദേശിച്ച് നന്നാക്കാമെന്ന് ആരും വിചാരിക്കരുതേ, അത് സാധിക്കത്തില്ല. അല്ല പറയത്തില്ല, പട്ടിയുടെ വാല് കുടലിനകത്ത് എത്ര വാലിട്ടാലും അത് പിന്നെയും തിരിച്ചു വരുമെന്ന്. അങ്ങനെ തന്നെ, അങ്ങനെയല്ല ഇവിടെ ഉദ്ദേശിക്കുന്നത്. പരിശുദ്ധാത്മാവ് വരുമ്പം നമ്മളെ അനുഗ്രഹിക്കും. പറയുന്നത് എന്ത് കർത്താവ്, നിങ്ങൾക്ക് നാണത്തിന് പകരം നിങ്ങൾക്ക് ഇരട്ടിയായി പ്രതിഫലം, ലജ്ജയ്ക്ക് പകരം അവർ തങ്ങളുടെ ഓഹരിയിൽ സന്തോഷിക്കും, അവർ തങ്ങളുടെ ദേശത്ത് ഇരട്ടി അവകാശം പ്രാപിക്കും, നിത്യാനന്ദം അവർക്ക് ഉണ്ടാകും. ദൈവത്തിൻ്റെ ആനന്ദം നമുക്കുണ്ടാകണം. ഇതൊക്കെ ചോദിച്ച് ആത്മാവിൻ്റെ ഇടയിൽ, ആത്മാവിൻ്റെ ശക്തിയിൽ പ്രാപിക്കും. ജാതികളുടെ ഇടയിൽ അവരുടെ സന്തതിയെയും വംശങ്ങളുടെ മധ്യേ അവരുടെ പ്രജയെയും അറിയും. അവരെ കാണുന്നവർക്ക് അവരെ യഹോവയാൽ അനുഗ്രഹിക്കപ്പെട്ട സന്തതിയാണ്. ദൈവത്തിൻ്റെ സന്തതികൾ നമ്മൾ അനുഗ്രഹിക്കപ്പെട്ടതാണ്. നമ്മളെന്തിനാ ഭാരപ്പെടുന്നതെന്ന് ചോദിച്ചാൽ നമുക്ക് ഈ സത്യം അറിയത്തില്ലാത്തതുകൊണ്ടാണ്. സത്യമാണ്, എന്നെ ഉൾപ്പെടെ ഞാനീ പറയുന്നത്. ദിനം പ്രതി നമ്മളെ ഓർപ്പിക്കണം, നമ്മുടെ തലമുറയുടെ നമ്മളെ അനുഗ്രഹിക്കപ്പെട്ടവർ, ആത്മാവിൻ്റെ ദർശനം കിട്ടിയവർ, കർത്താവിൻ്റെ കൂടെ ഇരിക്കുന്ന, കർത്താവിൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ട, ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നില്ലേ നമ്മളിലും ആവശ്യമില്ലാത്ത ചിന്തകൾ കയറിക്കൊണ്ടുവരും. അപ്പോൾ ആത്മാവിൻ്റെ തീഷ്ണതയ്ക്കും അത് നമ്മൾ ഈ വിറകുകളെല്ലാം കൂടി ഒന്നിച്ച് കൂട്ടി വെച്ച് വിറകെല്ലാം കൂട്ടി വെച്ചിട്ടുണ്ട്. പല പള്ളികളിലും ചെന്നാൽ ഞാനതാ കാണുന്നത്. പള്ളികളിലും കൂട്ടായ്മയിലുമൊക്കെ കുറേ വിറക് കൂട്ടി വെച്ചിട്ടുണ്ട്. പക്ഷെ തീ കത്തിക്കാൻ കഴിവുള്ളവർ കുറവാണ്, തീ കത്തിക്കാൻ ധൈര്യപ്പെടുന്നവരും കുറവാണ്. ഒന്നാമത് അവരുടെ പേടി എന്താണെന്ന് ചോദിച്ചാൽ, ഈ പരിശുദ്ധാത്മാവിൻ്റെ ശക്തി വരുമ്പോൾ ദുഷ്ടാത്മാവ് ഇറങ്ങിപ്പോകും, അന്നേരം കുറച്ച് ബഹളം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. 2, പരിശുദ്ധാത്മാവ് വരുമ്പോൾ അവർക്ക് അറിയാത്ത ഭാഷ കയറി വരും. അപ്പോൾ അവർക്ക് മറ്റുള്ളവരുടെ മുമ്പിൽ അത് കുറവായിട്ട് തോന്നിക്കും. ഇങ്ങനെ പല ഇമ്പെഡിമെൻറ്റ്സ് മുമ്പ് നിൽക്കുന്നതിനാൽ പരിശുദ്ധാത്മാവിൻ്റെ പൂർണ്ണത എങ്ങും കാണുന്നില്ല എന്നുള്ളതാണ്. പിന്നെ ആവശ്യമില്ലാത്തടത്ത് ജഡീകമായിട്ട് അന്യഭാഷ എടുത്ത് പറയുന്നവരുമുണ്ട്. അപ്പോൾ നമ്മൾ സോളിഷായിട്ട് ചെയ്താലും ശരിയാകത്തില്ല. പക്ഷെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മ യഥാർത്ഥത്തിൽ വരുന്നിടത്ത് അത് നമ്മൾ ചോദിച്ചാൽ വേലി കെട്ടി പ്രാർത്ഥിച്ച ദൈവം അത് ചെയ്യും. എടുത്ത് കർത്താവിൻ്റെ അതിശയം പ്രവർത്തിക്കും. ദൈവമേ, നിൻ്റെ ഭവനമായിട്ട് ഇതിനെ മാറ്റിയിരിക്കുന്നതിനാൽ സ്തോത്രം ചെയ്യുന്നു. കർത്താവ് പറയുന്നത് എന്താ? ബാക്കി പറയുന്നത് നമ്മുടെ സന്തതികളെ അനുഗ്രഹിക്കും, അവരാനന്ദിക്കും. എൻ്റെ ഉള്ള എൻ്റെ ദൈവത്തിൽ ഘോഷിക്കുന്നു. മണവാളൻ തലപ്പാവ് അണിയുന്നത് പോലെയും മണവാട്ടി ആഭരണങ്ങളാൽ തന്നെത്താൻ അലങ്കരിക്കുന്നത് പോലെയും അവൻ എന്നെ രക്ഷാവസ്ത്രം ധരിപ്പിച്ച് നീതി എന്ന അങ്കി ഉടുപ്പിച്ചിരിക്കുന്നു. എന്ത് മനോഹര! മണവാളൻ തലപ്പാവില്ലാതെ വലിയ രാജകീയ വസ്ത്രം ഉടുത്തേച്ച് വന്ന് നിൽക്കുക, തലപ്പാവില്ല. ഈ മിസ്സസ് സംതിങ് ഇല്ലേ? ശരിയല്ലേ? രാജാവ് വന്ന് നിൽക്കുക, രാജാവിൻ്റെ തലയിൽ കിരീടയില്ല. എന്തൊരു ബോറല്ലേ! അങ്ങനെയാണോ നമ്മുടെ മക്കൾ? നമ്മൾ വസ്ത്രമെല്ലാം ഉടുപ്പിച്ച് വെച്ച് തലയ്ക്ക് ശിരസ്ത്രം ഇടാതാണോ വിടുന്നത്? നമ്മൾ കർത്താവ് പറയുന്നത്, മണവാളൻ തലപ്പാവ് അണിയുന്നത് പോലെ മണവാട്ടി തന്നെത്താൻ ആഭരണങ്ങളാൽ അലങ്കരിക്കുക എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് അബ്സല്യൂട്ട്ലി എ ബ്യൂട്ടിഫുൾ ഇമേജ് അല്ലേ? അതായത് നമ്മളൊരു ദിവസം രാവിലെ എഴുന്നേറ്റ് നമ്മളെ തന്നെ നന്നായിട്ട് ഡ്രസ്സ് ചെയ്ത്
നമ്മളെ തന്നെ സൂക്ഷിക്കണമെങ്കിൽ ദൈവകൃപ വേണം എന്ന് പറഞ്ഞ് മറ്റുള്ളവരുടെ മുമ്പിൽ കാണിക്കാനുള്ള ഉള്ള പല ക്രിയകളല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. അവനവന് ഉള്ളത് മനോഹരമാക്കി വെടുപ്പായിട്ടും വൃത്തിയായിട്ടും കൊണ്ട് നടക്കുന്നതിന് ഒരു കൃപ വേണ്ടേ? അല്ലെങ്കിൽ എന്ത് പറ്റും? നമ്മളെ കാണുമ്പോൾ നമ്മളെ ജീവനില്ലാത്തവരെ പോലെ തോന്നിക്കും. അതുകൊണ്ട് പരിശുദ്ധാത്മാവ് ദൈവം തന്നിരിക്കുന്ന ശരീരത്തെയും ശുദ്ധിയോടെ കൊണ്ട് നടക്കുക. ഭൂമി, ഒരു വാക്യം കൂടെ വായിക്കുക. ഭൂമി തൈകളെ മുളപ്പിക്കുന്ന പോലെയും തോട്ടം അതിൽ വിതച്ച വിത്തിനെ കിളിപ്പിക്കുന്നത് പോലെയും യഹോവയായ കർത്താവ് സകല ജാതികളും കാൺകെ നീതിയെയും സ്തുതിയെയും മുളപ്പിക്കും. നമുക്ക് പ്രാർത്ഥിക്കാം. നീതിയും സ്തുതിയും മുളപ്പിക്കുന്ന ജോലി നിൻ്റേതാണ്. ഞങ്ങൾ വിത്തെറിയാണ്, ദിനം പ്രതി വിത്തെറിയുക. പക്ഷേ അടിയൻ എന്നാലാവുന്ന വിധത്തിൽ ദിനം പ്രതി വിത്തെറിയുന്നുണ്ട്. ഒരു പിടി വിത്ത് പോരെ അപ്പച്ച, ഒരു പറ നെല്ല് വിട്ടാൽ എത്രയോ കണ്ടത്തിൽ ഒരു കണ്ടം മുഴുവൻ ഇടാം. അങ്ങനെയെങ്കിൽ ഈ വിത്തുകളെല്ലാം കൂടെ വീണെടുത്ത് കാണുന്നത് കിളുക്കാൻ തുടങ്ങിയ ഒരു ഫോറസ്റ്റ് അല്ലേ? എത്ര ഫോറസ്റ്റ് ആയിട്ടുണ്ട് അപ്പച്ച, എത്ര കാടുകൾ പോലെ ഇത് കിളുക്കാനും മാത്രം വിത്ത് എറിഞ്ഞിട്ടുണ്ട്. ആ വിത്തെല്ലാം കൂടെ വിളഞ്ഞു നിൽക്കുമ്പോൾ അപ്പച്ചൻ തന്നെ ആ വിളവെടുക്കാൻ ആളുകളെ അയച്ചിട്ട് വിളവെടുത്ത് കൂട്ടിവെച്ചിട്ട് അപ്പച്ച ജോസഫ് ചെയ്തതുപോലെ 7 വർഷത്തെ ക്ഷാമം വരുമ്പോഴത്തേക്ക് ഇത് സൂക്ഷിച്ചു വെക്കാനും ആവശ്യമുള്ളവർക്ക് കൊടുക്കുവാനും വിതറി കിളിപ്പിച്ച് വീണ്ടും ദൈവത്തിൻ്റെ നാമത്തിൽ പുതിയ വയലുകൾ ഉണ്ടാക്കുവാൻ ഇടയാക്കണമേ. വയലുകൾ പൂത്തു നിൽക്കുന്ന അപ്പച്ച, വിളവെടുക്കാൻ സമയമായി അപ്പച്ച. കുറേ പേരെ വിളവെടുക്കാൻ, കുറേ പേരെ കൃഷിക്ക്, കുറേ പേരെ കർത്താവെ അവിടെയുള്ള പാഴ്ചെടികൾ പറിച്ചു കളയാൻ, കളകൾ പറിച്ചു കളഞ്ഞിട്ട് നല്ലതിനെ വളർത്തിയെടുക്കാൻ കഴിവുള്ള ആളുകളെ ഉണ്ടാക്കിയെടുക്കണമേ. ഞങ്ങളുടെ അടിയങ്ങളുടെ പ്രാർത്ഥനയും വചനവും ചെന്ന് കൊള്ളുന്നിടത്ത് അലസതയുടെ ആത്മാവ് മാറിയിട്ട് പരിശുദ്ധാത്മാവിൻ്റെ തീഷ്ണമായ ആത്മാവ് പ്രവർത്തിക്കട്ടെ. നല്ലവനായ ദൈവത്തെ അറിഞ്ഞിട്ട് മടി കൂടാതെ അലസത കൂടാതെ മുൻപോട്ട് പോയി പ്രവർത്തിക്കാനുള്ള കൃപ തന്നാട്ട്. പ്രാർത്ഥന കേട്ട് ഉത്തരം തന്നതിന് നന്ദി. യേശു ക്രിസ്തുവിൻ്റെ പുണ്യനാമത്തിൽ തന്നെ. ആമേൻ.